ഉലകത്തിൽ ഭയമില്ലാത്തൊരു അപ്പോസ്തലൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ധന്യനായ പൗലോസ്ലീഹയാ. കടലിനെ പേടിച്ചില്ല, തകർന്ന കപ്പലിനെ പേടിച്ചില്ല, കാടിനെ പേടിച്ചില്ല, കള്ള സഹോദരന്മാരെ പേടിച്ചില്ല, രാജാക്കന്മാരെ പേടിച്ചില്ല, ഭരണകൂടങ്ങളെ പേടിച്ചില്ല. ഉലകത്തിൽ ആരെയും പേടിക്കാത്ത ഒരു അപ്പോസ്തലൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ധന്യനായ പൗലോസ്. ഒരല്ലേലൂയ പറയണം. അദ്ദേഹം ആകെ ഭയപ്പെട്ടത് എന്റെ അച്ഛ ഒറ്റ വിഷയത്തിലേ ഉള്ളൂ. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കേണ്ടതിന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ ബാക്കി നിങ്ങൾ പറ. ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ രക്ഷിക്കപ്പെട്ട നിങ്ങൾ, സ്നാനപ്പെട്ട നിങ്ങൾ, നീതീകരിക്കപ്പെട്ട നിങ്ങൾ, ഏകീകരിക്കപ്പെട്ട നിങ്ങൾ, വിശുദ്ധീകരിക്കപ്പെട്ട നിങ്ങൾ ദൈവകൃപ വിട്ട്, ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാ. മനസ്സിലാകുന്നവർ കരമടിച്ച് ഇതിനകത്ത് ദൈവത്തെ ആരാധിക്കണം. പൗലോസിന്റെ ആകെ ഭയം. ഉലകത്തിൽ പൗലോസ് ആകെ ഒരു കാര്യമേ ഭയപ്പെട്ടുള്ളത്. എന്താണ്? സഭ എന്ന ക്രിസ്തുവിന്റെ കാന്ത, സഭ എന്ന യേശുവിന്റെ മണവാട്ടി, സഭ എന്ന യേശുവിന്റെ ശരീരം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ട് വഷളായി പോകുമോ? ചൊക്കി ചുളുങ്ങിയ ത്വക്ക്, മാംസം ക്ഷയിച്ച്, ദേഹം ക്ഷയിച്ച്, അകത്തെ മനുഷ്യൻ മാത്രം പുതുക്കം പ്രാപിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ വന്യ വയോധികൻ ആ ത്വക്കെ പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ, ഞാനൊരരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഹല്ലേലൂയ പറയണം. ഇത് പറഞ്ഞത് പി സി ചെറിയാനല്ല, ഇത് പറഞ്ഞത് തോമസ് ഫിലിപ്പ് പാസ്റ്റർ അല്ല, ഇത് പറഞ്ഞ റവറൻഡ് ജോർജ് മാത്യു അല്ല. ഞങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയ വരെ വന്നതേ ഉള്ളൂ, അല്ലെ കൂടി വന്നാൽ അമേരിക്ക വരെ പോയി കാണും. പക്ഷെ മൂന്നാം സ്വർഗം വരെ പോയൊരു മനുഷ്യൻ, സ്വർഗത്തിൽ മനുഷ്യർക്കാർക്ക് ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത ഭാഷ കേട്ടൊരു മനുഷ്യൻ, സ്വർഗീയ മർമ്മത്തിന്റെ കലവറ കണ്ട മനുഷ്യൻ ഈ രാത്രി മൗനമായിരിക്കരുത്. ആ മനുഷ്യൻ പറയണം, അയ്യോ, ഞാൻ പാപത്തിന് അധീനനായ മനുഷ്യൻ. ഓ സ്നേഹിത, സഹോദരി, സഹോദര, നിന്റെ അവയവങ്ങളിൽ പാപം വസിക്കുന്നുണ്ട്. അതിന്റെ ആഗ്രഹം നിന്നോടാണ്. അത് നിന്നെ ചതിക്കും, അത് നിന്നെ കൊല്ലും. ഇവിടെ പൗലോസ് ലേഖനം നിർത്തിയിരുന്നെങ്കിൽ പ്രസംഗിക്കാൻ നമുക്ക് വാക്യമില്ല. പക്ഷെ പൗലോസ് താഴെ എഴുതി, എങ്കിലും എന്റെ യേശു ക്രിസ്തു മുഖാന്തരം ഇതിലൊക്കെ എനിക്ക് ജയം തന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. പാപത്തിൽ നിന്ന് ജയം തന്ന ഒരുത്തനുണ്ട്, അത് യേശു ക്രിസ്തുവാ. എങ്കിലും എന്റെ ചേർന്ന് പറയുമോ, യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു വന്നത് ഒരു കൊച്ചന്റെ കയ്യിൽ 5 അപ്പം എടുത്ത് 5000 പേരെ പോഷിപ്പിച്ച് 12 കോടി ശിഷ്യന്മാരെ കൂടെ നാളെ തൊട്ട് അപ്പക്കച്ചവടം തുടങ്ങാനൊന്നും അല്ല. തെറ്റിദ്ധരിക്കരുത്. ബെഥസ്ദാക്കുളത്തിന് കരയെ കിടക്കുന്ന 5 മണ്ഡപത്തിലെ രോഗിയെല്ലാം സൗഖ്യമാക്കിയിട്ട് ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പൂട്ടാനല്ല. പാവപ്പെട്ട നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും പണി കളയാനല്ല യേശു വന്നേ. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. യേശു വന്നത് എന്തിനാണ്? വായിച്ചേ, തീമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-16 വാക്യം വേഗം വായിക്കണം. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. നല്ലൊരു ഹല്ലേലൂയ പറയണം. യൗവനക്കാരനോട് ചേർന്നൊരു ഹല്ലേലൂയ പറയണം. യേശു ക്രിസ്തു മക്കളെ ലോകത്തിൽ വന്നത് അപ്പക്കച്ചവടം തുടങ്ങാനല്ല, കുറെ രോഗികളെ സൗഖ്യമാക്കാനല്ല, കുറെ മരിച്ചവരെ ഉയർപ്പിക്കാനല്ല,
നല്ല സ്വോത്രം പറയണം. കുറെ പക്ഷപാതക്കാരെ സൗഖ്യമാക്കാനല്ല, അതെല്ലാം യേശു ചെയ്തോളും. ഇന്ന് രാത്രിയിലും അത് നടന്നോളും. നീ ഏത് മാരക രോഗിയാണെങ്കിലും ഞാൻ കൈവെക്കണമെന്നില്ല. മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം അയച്ച് നിന്റെ രോഗത്തിന് കെട്ടഴിക്കാൻ യേശുവിനറിയാം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. യേശു ലോകത്തിൽ വന്നത് തീമത്തിയോസ് എന്ന നിജപുത്രനെ വിളിച്ച് പൗലോസ് കൈമാറുകയാണ് ദൂത്. തീമത്തിയോസെ, നീ പ്രസംഗിക്കേണ്ടത് ഇവിടെ കുറെ പ്രോസ്പെരിറ്റി നടക്കുമെന്നോ, ഇവിടെ കുറെ വീട് വെക്കുമെന്നോ, കാറ് കിട്ടുമെന്നോ, പെണ്ണിനെ കിട്ടുമെന്നോ, ജോലി കിട്ടുമെന്നോ അല്ല പ്രസംഗിക്കണ്ടേ പൊന്നുമോനെ. നീ പ്രസംഗിക്കേണ്ടത് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഉലകത്തിലെ സകല മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. കൈ ഉയർത്തിയവരല്ലേ പറഞ്ഞേ. ഇന്ന് രാത്രി ഒന്നാമത്തെ ആനുവൽ കൺവെൻഷനിൽ ഉണർവുണ്ടാകണമെങ്കിൽ പാപമേറ്റു പറയപ്പെടണം. അപ്പൊ അതിന് പാസ്റ്റർ ഞങ്ങളെല്ലാരും പാപികൾ ആരുമില്ല എന്ന് പറഞ്ഞ പൗലോസ് പറഞ്ഞു നീതിമാൻ ആരുമില്ല. നിങ്ങളെല്ലാം കൂടെ പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ വഞ്ചിക്കുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. അല്ലേ പറയണം. അപ്പൊ നമ്മിൽ എന്തുണ്ട്? ഈ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മുടെ ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മിൽ പാപമുണ്ട്. എങ്ങനെ പരിഹരിക്കും? പഴയ നിയമത്തിൽ പാപം ബോധ്യപ്പെട്ട അനേകരുണ്ട്. എല്ലാം പറയാൻ സമയമില്ലെങ്കിലും 2-3 പേരെ വേഗം പരിചയപ്പെടുത്ത ഈ ദൂതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വായിച്ചേ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 ശമൂവേൽ 26:21. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എന്റെ മകനെ ദാവീദേ മടങ്ങി വരിക. ഇനി പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 27 വായിച്ചേ. എക്സോഡസ് 9:27. അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. നിങ്ങള് മത്തായി സുവിശേഷം 27:4 വായിച്ചേ. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. നോക്കിയേ, എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, വായിച്ചുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ഫറവോൻ സ്വയം ഏറ്റു പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. ശമൂവേലിന്റെ പുസ്തകത്തിൽ ശൗൽ സ്വയം ഏറ്റു പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. മത്തായി സുവിശേഷത്തിൽ ഇസ്കരിയോത്ത യൂദ ഏറ്റു പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പാപം ബോധ്യപ്പെടുകയും പാപം ഏറ്റുപറയുകയും ചെയ്തു. ഒന്നാമത്തെ പാപിയുടെ നിലവിളി കൊട്ടാരത്തിലെ നിലവിളിയാ. ഫറവോന്റെ ഈജിപ്തിലെ കൊട്ടാരത്തിലെ നിലവിളി, ഞാൻ പാപം ചെയ്തു. രണ്ടാമത്തെ നിലവിളി മരുഭൂമിയിലെ ശൗലിന്റെ നിലവിളിയാ. മൂന്നാമത്തെ നിലവിളി ദേവാലയത്തിലെ യൂദയുടെ നിലവിളിയാ. ഒരല്ലേലൂയ പറയണം. ഫറവോൻ പാപം ഏറ്റു പറഞ്ഞത് മരുമകനായ ദാവീദിനോടാണ്. ഫറവോൻ പാപമേറ്റു പറഞ്ഞത് മോശയോടാണ്. ശൗൽ പാപമേറ്റു പറഞ്ഞത് മരുമകനായ ദാവീദിനോടാണ്. യൂദ പാപമേറ്റു പറഞ്ഞത് കുമ്പസാരക്കൂട്ടിരിക്കുന്ന പുരോഹിതനോടാണ്. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് പാപം മോചിക്കാൻ അധികാരമില്ലാഞ്ഞതുകൊണ്ട് ഫറവോന്റെ പാപം ക്ഷമിച്ചില്ല. ദാവീദിന് പാപം ക്ഷമിക്കാൻ അധികാരമില്ലാഞ്ഞതുകൊണ്ട് ശൗലിന്റെ പാപം ക്ഷമിച്ചില്ല.
പുരോഹിതന്മാർക്ക് കുമ്പസാര കൂട്ടിയിരുന്നു കൊണ്ട് പാപം ക്ഷമിക്കാൻ അധികാരമില്ലാത്തതുകൊണ്ട് യൂദയുടെ പാപവും ക്ഷമിച്ചില്ല. ഒരല്ലേലൂയ പറയാൻ. ഇനി ഇവരുടെ പാപം എന്നാന്ന് ഞാൻ വേഗം ഓർപ്പിക്കും. ഒത്തിരി ഉണ്ട് പറയാൻ. രണ്ട് കാര്യം വെച്ച് പറയാം. ഫറവോന്റെ ഒന്നാമത്തെ പാപം ജനത്തെ ആരാധിക്കാൻ വിട്ടയച്ചില്ല. സ്തോത്രം പറയണം. ദൈവത്തിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഫറവോനെ ജനത്തെ ആരാധിക്കാൻ വിട്. ഇന്ന് രാത്രി ഞങ്ങൾക്കും അതേ പറയാനുള്ളൂ, ജനത്തെ ആരാധിക്കാൻ വിട. ഒരല്ലേ പറഞ്ഞേ, നിന്നെ കൃപയിലേക്ക് വിളിച്ചത് കാണാനല്ല, നിന്നെ കൃപയിൽ വിളിച്ചത് ആരാധിക്കാനാ. ഇന്ന് രാത്രി ആരാധിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഈ രാത്രി നീ ആരാധിക്കാൻ തയ്യാറായാൽ ഫറവോന്റെ ഒന്നാമത്തെ പാപം ജനത്തെ ആരാധിക്കാൻ വിട്ടില്ല. ഫറവോന്റെ രണ്ടാമത്തെ പാപം ഓരോ കൺവെൻഷനിലും അവൻ വരും, എല്ലാ കോൺഫറൻസിലും അവൻ പങ്കെടുക്കും, ബ്ലെസ്സിലും പങ്കെടുക്കും, ACUവിലും പങ്കെടുക്കും, എല്ലാത്തിലും പങ്കെടുക്കും. പക്ഷെ പിന്നെയും ഹൃദയം കഠിനപ്പെടും. ഹലോ, ഇന്ന് രാത്രി നിന്റെ ഹൃദയം കഠിനപ്പെടരുത്. ഫറവോന്റെ രണ്ട് പാപം, ഒത്തിരി പറയാനുണ്ട്. രണ്ട് പാപം: ഒന്ന്, ജനത്തെ ആരാധിക്കാൻ പറ്റില്ല; രണ്ട്, ഹൃദയം. ശൗലിന്റെ രണ്ട് പാപം: ദൈവകൽപ്പന അനുസരിച്ചില്ല. ദൈവകൽപ്പന അനുസരിച്ചില്ല. അവനോട് എടുത്തെടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, അനുസരിക്കുന്നതാണ് യാഗം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ദൈവത്തിന് പ്രസാദമാണെന്ന് പറഞ്ഞെങ്കിലും അവൻ ദൈവകൽപ്പന അനുസരിച്ചില്ല. അമാലിയക്കിനെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യണം എന്ന് ദൈവം കൽപ്പന കൊടുത്തിട്ടും അവൻ കൊള്ളാവുന്നതിനെ കൊണ്ട് കൂട്ടിക്കെട്ടി. ശൗല് വന്ന ഉടനെ അകത്ത് ഭയങ്കര വർഷിപ്പാണ്. കേട്ടത് കാളയുടെ മുക്കറയിടുന്നതാ. ആരാധനാലയം കാളക്കൂറ്റന്മാരും മുട്ടനാടും മുക്കറയിടാനുള്ളതല്ല. സ്തോത്രം പറഞ്ഞില്ല. ആരാധനാലയത്തിൽ വെളിപ്പെട്ട ദൈവമക്കളുടെ സ്തോത്രവും സ്തുതിയുമാ. അതിനകത്ത് കാളക്കൂറ്റന്മാരുടെ മൂക്കറ കേൾക്കരുത്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ ശൗലിന്റെ പാപം, ജീവിതത്തിന്റെ പ്രതിസന്ധി വന്നപ്പോൾ വെളിച്ചപ്പാടത്തിന്റെ പുറകെ പോയി. ആള് ശൗമേലിന്റെ തൈലം വീണോനാ. ആള് പട്ടണവാർക്ക് ദൂത് കേട്ടോനാ. നഷ്ടപ്പെട്ട കഴുത തിരിച്ചു കിട്ടിയോനാ. ഒരു യോഗ്യതയില്ലാത്ത രാജാവാക്യത എല്ലാം ആക്കിയിട്ടും ജീവിതത്തിൽ വിഷയം വന്നപ്പോ രാത്രി തല തുണിയിട്ടോണ്ട് വെളിച്ചപ്പാടത്തിനൊക്കെ ദൂത് കേൾക്കാൻ പോയി. നമ്മൾ അങ്ങനൊന്നും പോകുന്നില്ലല്ലോ. പെര വെക്കാൻ നേരത്ത് വാസ്തുവിനെ കാണാനും, കല്യാണം നടത്തുന്നത് കണിയാനെ കാണാനും, കല്ലിടാൻ നേരത്ത് വാഴയില വെക്കാനും നമ്മൾ പോകുന്നില്ലാത്തത് കൊണ്ട് അത് കുഴപ്പമില്ല. മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. ശൗൽ എന്ന മനുഷ്യനെ ദൈവം കൈവിടാൻ കാരണം ഒത്തിരി ഉണ്ടെങ്കിൽ രണ്ട് കാര്യം: ഒന്നവൻ ദൈവകൽപ്പന അനുസരിച്ചില്ല, രണ്ടവൻ വെളിച്ചപ്പാടത്തിന് പുറകെ ദൂത് കേൾക്കാൻ പോയി. ഞാൻ വിടുന്നു. മൂന്ന്, യൂദയുടെ രണ്ട് പാപങ്ങൾ. ഒന്ന്, അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. ആരായിരുന്നു? ദ്രവ്യാഗ്രഹി. കർത്താവിന്റെ കാലയിലെ തൈലം പൂശിയാലും പുള്ളിയുടെ മനസ്സിൽ ഇത് 300 കാശിന് വിറ്റിരുന്നെങ്കിൽ എനിക്ക് 30 കാശ് കിട്ടിയാൽ ദശാംശമുള്ള നമ്മൾ നോക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇവിടെ വിറ്റ് കിട്ടിയില്ലെങ്കിലും 30 കാശിന് ഞാൻ ഇവനെ എന്ത് ചെയ്യും? വിൽക്കും. ശ്രദ്ധിക്കണം. അവന് മാനസാന്തരപ്പെടാൻ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലുള്ള നേരിട്ടുള്ള മീറ്റിങ്ങിൽ 8 അവസരങ്ങൾ യേശു കൊടുത്തു. ഇത്ര അവസരം രക്ഷിക്കപ്പെടാൻ കിട്ടിയൊരു മനുഷ്യൻ വരെ കാണത്തില്ല. ഹല്ലേലൂയ പറയണം. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? നിങ്ങളെല്ലാം വിരണ്ടിരിക്കുന്ന പോലെ വിഷമിക്കേണ്ട. ഞാൻ ഇവരുടെയൊക്കെ കാര്യം, നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിളിച്ചപ്പോഴെല്ലാം മോനെന്ന് വിളിച്ചാ വിളിച്ച്, സ്നേഹിതാന്ന് വിളിച്ചാ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത സ്നേഹിത എന്ന് ലാസ്റ്റ് മൂമെന്റിൽ ഒറ്റിക്കൊടുക്കാൻ പോകുമ്പോഴും വിളിച്ചു. പക്ഷെ അവന് മാനസാന്തരം ഉണ്ടായില്ല. ഫലമെന്താണ്? ഫറവോൻ ചെങ്കടലിൽ ചത്തടിഞ്ഞു.
ശൗല് ഗിൽബോവ പർവ്വതത്തിൽ ചത്തടിഞ്ഞു. യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു. സ്നേഹിത, പാപം ബോധ്യപ്പെട്ടാൽ ഏറ്റുപറയാൻ ഒരിടമുണ്ട്. അത് മോശയുടെ അടുക്കലല്ല. സ്വോത്രം പറയണം. അത് ദാവീദിന്റെ അടുക്കലല്ല, അത് പുരോഹിതന്റെ അടുക്കലല്ല. ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ പാപമേറ്റു പറയാൻ കൊള്ളാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മാരക രോഗം കാൻസർ അല്ല, ട്യൂമർ അല്ല, ലുക്കേമിയ അല്ല, കോവിഡും അല്ല. സ്തോത്രം. ഇപ്പം വരെ വന്ന ഏതെങ്കിലും രോഗമല്ല, ഇനിയും വരാൻ പോകുന്ന സോക്കേടുമല്ല. പ്രൈസ് ദി ലോർഡ്. അതിനെല്ലാം ഒന്നീ വാക്സിനുണ്ട്, അല്ലെങ്കിൽ മരുന്നുണ്ട്. ഇപ്പൊ റഷ്യ കാൻസറിന്റെ ഏറ്റവും കൂടിയ മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നിങ്ങൾ കാശുണ്ടാക്കി മേടിച്ചാൽ മതി. ഒന്നും മിണ്ടുന്നില്ല സാറേ. എല്ലാത്തിനും മരുന്നുണ്ട്. ഉലകത്തിൽ മരുന്നില്ലാത്ത ഒരു രോഗം കേറിയ മരിച്ചു മാറുന്ന ഒരു രോഗമുണ്ട്. ആ രോഗത്തിന്റെ പേര് പാപം. ഇന്ന് വരെ ഒരു ലാബിലും മരുന്ന് കണ്ടുപിടിക്കാത്ത, ഉലകത്തിലെ ഒരു ലാബിലും മരുന്ന് കണ്ടുപിടിക്കാത്ത ഒരു രോഗമുണ്ട്. ആ രോഗത്തിന്റെ പേരെല്ലാരും പറഞ്ഞേ, പാപമാ. പാപത്തിന്റെ ശമ്പളം. ഓ പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത പാപം എന്ന മാരക രോഗം. മരണം കൊണ്ടല്ലാതെ മാറ്റമില്ലാത്ത രോഗത്തെ പരിഹരിക്കാൻ മരണമില്ലാത്തവൻ മനുഷ്യനായി. സ്തോത്രം. ഈ രാത്രി പറയണം, നിങ്ങളുടെ ഏറ്റവും അടുത്തവൻ ഈ രാത്രി നിപ്പുണ്ട്. ജഡക്കണ്ണുകൊണ്ട് നോക്കിയാൽ കാണത്തില്ല, ആത്മക്കണ്ണ് തുറന്നാൽ അവൻ അടുക്കലുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അവ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ദൈവദാസൻ 8:45 നിർത്താൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പരുവത്തിൽ നിൽക്കുക. എവിടെ കൊണ്ട് തുടങ്ങണമെന്ന് അറിയത്തില്ല. എങ്കിലും നിങ്ങളൊരു 10 മിനിറ്റ് ഇരിക്കുമെങ്കിൽ ഞാൻ 1-2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കിതിനെക്കുറിച്ചൊരു അടിസ്ഥാനപരമായ കുറെ കാര്യമെന്ന് അറിയണ്ടേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വാസ്തവത്തില് എന്തിനാണ് മോശയെ ദൈവം വിളിച്ചത്? ഒറ്റ ഡ്യൂട്ടി, എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്ന് നീ ചെന്ന് പറവോനോട് പറയണം. എന്തിനാ വിട്ടയക്കുന്നതെന്ന് ചോദിച്ചാൽ ആരാധിക്കാനാന്ന് പറയണം. ആരാ നിന്നെ അയച്ചെന്ന് ചോദിച്ചാൽ ഞാനാകുന്നവൻ ഞാനാന്ന്. അവിടെ കൂടുതൽ ഡയലോഗ് ഒന്നും നീ പറയണ്ട. നീ ചെന്ന് പറഞ്ഞ ആരാധിക്കാൻ ജനത്തെ വിട്. അപ്പോൾ അവൻ ചോദിക്കും, ആരാ നിന്നെ അയച്ചത്? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇത്രയും പറഞ്ഞാൽ മതി. സ്തോത്രം. വിട്ടയക്കുന്ന എന്തിനാന്ന് മോശ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഉണ്ട്. ഒന്നാമത്തെ മറുപടി 3-ാം അധ്യായം 7-8 വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം. മുൾപ്പടർപ്പ് വെന്തു പോകാതിരുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ഒത്തിരി വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ ബാക്കി പറയാം. മിസ്രൈമിൽ എന്തിനാണ് ജനത്തെ വിട്ടയക്കുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാനി പോകുവാൻ. സ്വതന്ത്രം പറഞ്ഞേ, സ്വതന്ത്രം പറയണം. ജനത്തെ വിടുവിച്ചത് കനാനി പാന. അതുകൊണ്ട് പണ്ട് രക്ഷിക്കപ്പെടുന്നവർ പാടുമായിരുന്നു, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി പോകുന്നു. അപ്പൊ പണ്ട് രക്ഷിക്കപ്പെട്ടവരല്ല സിയോനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച്.
പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇസ്രായേൽ മക്കളെ വിടുവിച്ചത് കനാനിൽ കൊണ്ടുപോകാനാ. എവിടെ കൊണ്ടുപോകാനാ? പാലും തേനും ഒഴുകുന്ന കനാനി. 2 പുറപ്പാട് 7:16, 8:1, 8:20, 9:1, 9:13, 10:3 എല്ലാം വായിച്ചാൽ 7 ആവർത്തിച്ച് പറയുകയാണ് എൻ്റെ ജനത്തെ ആരാധിക്കാൻ കൊണ്ടുപോകണം. 1 കനാനി കൊണ്ടുപോകാൻ, 2 ആരാധിക്കാൻ, 3 മരുഭൂമിയിൽ എനിക്ക് ഉത്സവം ആചരിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം. എന്തിനാണ്? ഉത്സവം ആചരിക്കാൻ. ഓരോ കൂട്ടായ്മയും, ഓരോ ആരാധനയും, ഓരോ കൺവെൻഷനും ദൈവമക്കളുടെ ഉത്സവമാണ്. അതിന് ഇസ്രായേലിന് 7 ഉത്സവങ്ങൾ കൊടുത്തു. എത്ര? പെസഹായുടെ ഉത്സവം, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം, ആദ്യബലക്കറ്റയുടെ ഉത്സവം, പെന്തക്കോസ് പെരുന്നാളിന്റെ ഉത്സവം, കാഹളധ്വനി പെരുന്നാളിന്റെ ഉത്സവം, മഹാപാപ പരിഹാര പെരുന്നാളിന്റെ ഉത്സവം, കൂടാര പെരുന്നാളിന്റെ ഉത്സവം ഉൾപ്പെടെ 7 പെരുന്നാളുകൾ കൊടുത്തു. ഒരല്ലേ കൊടുത്തേ? നല്ലൊരു അല്ലേ പറഞ്ഞേ? തീർന്നില്ല. ഇസ്രായേൽ മക്കളെ എന്തിനാണ് ദൈവം വിടുവിച്ചത്? 4-ാമത്തെ കാര്യം പുറപ്പാട് 5:3 എനിക്ക് യാഗം കഴിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. എന്തിനാ? ഒന്നുകൂട്ട് പറയാമോ? കനാനിപ്പാൻ. 2-ാമത്തെ പറയാമോ? ആരാധിക്കാൻ. 3-ാമത്തെ പറയാമോ? മരുഭൂമിയിൽ ഉത്സവം ആചരിപ്പാൻ. ഓരോ കൂട്ടായ്മയിൽ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷമാണ് ഉയരേണ്ടിയേ. കാരണം ഇവിടെ രാജാവുണ്ട്. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഹല്ലേലൂയ. യേശു എഴുന്നള്ളി വരുന്നിടത്ത് മരണവീടാണെങ്കിലും അവിടെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്സവ പ്രതീതിയാ. അതുകൊണ്ട് ആരാധിക്കാൻ വരുന്നവന്റെ ഉള്ളിൽ ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷസ്വരമുണ്ടാകണം. ഹല്ലേലൂയ. യാഗം കഴിക്കാൻ 5 യാഗങ്ങൾ കൊടുത്തു. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഒരല്ലേലിയ പറഞ്ഞേ. 5 കാര്യം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? അത് വിട്ടുപോകല്ലോ. 1-ാമത്തെ കാര്യം കനാനിപ്പാന. യേശു പറഞ്ഞു ഞാൻ വീടൊരുക്കാൻ പോവാ. ഒരിക്കൽ ഞാൻ വരും, വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളുടെ പപ്പായ്ക്കോ മമ്മിക്കോ നാട്ടിൽ വിസ കൊടുത്തു. അവനെ പറഞ്ഞു പൊന്നുമോനെ വന്നാൽ കൊള്ളാമെന്ന്. പക്ഷേ എനിക്ക് ഫ്ലൈറ്റ് കയറിയൊന്നും വരാൻ വയ്യ. ഇപ്പം തന്നെ ഒരു സൈഡ് പാരലൈസാണ്, പിന്നെ ഓർമ്മക്കുറവുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ വരാനൊക്കത്തില്ല, ഞാൻ വരുന്നില്ല. ഉടനെ പിള്ളേർ പറഞ്ഞു പപ്പ വിഷമിക്കണ്ട, ഞാൻ അങ്ങ് വരും. ഞാൻ വന്ന് പപ്പായെ കൂട്ടിക്കൊണ്ട് പോരും. പിന്നെ ബോർഡിങ്ങിലോ ചെക്കിങ്ങിലോ കസ്റ്റംസിലോ സെക്യൂരിറ്റി ചെക്കിലോ എങ്ങും പപ്പ പിന്നെ ഇമിഗ്രേഷനിലോ വിഷമിക്കണ്ട, ഞാൻ കൂടെ വരികയല്ലേ. ഹലോ, യേശു പറഞ്ഞു ഞാൻ പോകുന്നു, പണി കഴിഞ്ഞ ഞാൻ ഇഞ്ഞു വരും. ഇഞ്ഞു വന്നാൽ നിങ്ങളെ ആരും പിന്നെ തടയാനൊക്കത്തില്ല. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. വിളിച്ചത് കനാനി പോകാനാ. നല്ല സ്വത്രം പറഞ്ഞേ. ഇതിനകത്ത് ലക്ഷ്യത്തിൽ നിന്ന് മാറല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളോട് ആവർത്തിച്ച് പറയാം. നമുക്കൊക്കെ ഇവിടെ കിട്ടുന്ന എല്ലാ സൗഖ്യങ്ങൾക്കും എല്ലാ നന്മകൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സ്വത്രം പറയണം. പുസ്തകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ലാസർ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാ. ആ പുള്ളി പിന്നെ മരിച്ചാൽ നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ഉപദേശിമാരില്ലാഞ്ഞുകൊണ്ട് അനുശോചന യോഗം നടന്നില്ലെന്നേ ഉള്ളൂ. ഉണ്ടായിരുന്ന അനുശോചനം പറഞ്ഞ് കൊന്നേനെ. നമ്മൾ രാവിലെ തുടങ്ങി 4 മണിക്ക് പോലും നിർത്തത്തില്ലല്ലോ. ഷുഗറുള്ള മയങ്ങി വീണാലും അനുശോചനം നിർത്തത്തില്ലല്ലോ. ഈ കിടക്കുന്ന ആരാന്ന് പോലും അറിയാതെ അങ്ങ് തട്ടിക്കോളൂ. വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു അമ്മച്ചി മരിച്ചു കിടക്കുമ്പോൾ എങ്ങാണ്ടൊന്നും വന്നൊരു ലീഡറാ, പേരൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി പറഞ്ഞ അമ്മച്ചിയുടെ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പച്ചനെ സംബന്ധിച്ച് ഈ ഭവനെ സംബന്ധിച്ച് നികത്താനാവാത്ത വിടവ എന്നൊക്കെ പറയുമ്പോൾ അപ്പച്ചനെ ഇവനെ ചെവിയിലോട്ട് താത്തിട്ട് ചെവി പറഞ്ഞ എൻ്റെ പൊന്നുമോനെ, കൃപയാൽ അവള് സ്വസ്ഥമായി. ഒരു ദീർഘശ്വാസം ഇട്ട് പറഞ്ഞ് ഞാനും സ്വസ്ഥമായെന്ന് പറഞ്ഞു. പറഞ്ഞേ.
അനുഭവിക്കുന്നവർക്കല്ലാതെ നമ്മൾ ചുമ്മാ കിടന്ന് അനുശോചനം വേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒരു കല്യാണ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ കീഴടങ്ങണമെന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു അപ്പച്ചൻ അറിയാതെ, കല്യാണ സ്ഥലമാണെന്ന് അറിയാതെ പറഞ്ഞു, എൻ്റെ പൊന്നുപദേശി, ഇവളുമാർ കീഴടങ്ങിയില്ലേലും കുഴപ്പമില്ല, അടങ്ങിയിരിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പച്ചൻ കല്യാണ സ്ഥലമാണെന്ന് ഓർക്കാതെ പറഞ്ഞ ഒരല്ലേ പറഞ്ഞ്, എടാ അനുഭവിക്കുന്നവർക്കല്ല വിഷയം അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ചുമ്മാ അനുശോചനം പറയും. പക്ഷേ ലാസർ മരിച്ചപ്പോൾ അനുശോചനം നടത്തിയില്ല, ആള് മരിച്ചുപോയി. നമ്മുടെ യായിറോസിന്റെ കൊച്ച് പിന്നെ കല്യാണം കഴിച്ചു കാണും, പിള്ളേരുണ്ടായി കാണും, പിന്നെ UK പോയി കാണും, നമുക്കറിയത്തില്ല. പക്ഷെ പിന്നെ ആളെന്ത് ചെയ്തു പറ. നമ്മുടെ നൈലിനെ വിധവയുടെ കൊച്ചൻ ശവക്കോട്ടെ കൊണ്ടുപോയ ചെറുക്കൻ പിന്നെ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആ റാ പോലെ വളഞ്ഞു നിന്ന അമ്മച്ചി, റാന്നിക്കാരി ഞാൻ തെറ്റിദ്ധരിക്കല്ലേ, റാ പോലെ വളഞ്ഞ അമ്മച്ചി നീണ്ടു നിവർന്ന് കിടന്ന് പിന്നെ മരിച്ചുപോയി. സ്വോത്രം പറയണം. നമ്മുടെ ആ 12 വർഷത്തെ രക്തസ്രാവക്കാരി കൊച്ചു പിന്നെ മരിച്ചുപോയി. നമ്മുടെ ആ 38 വർഷത്തെ പക്ഷപാതകളെ കിടക്കാൻ കൊണ്ട് ഓടിയില്ലേ, സയൻസ് പോലും പറയാതെ, അവൻ പിന്നെ ചത്തുപോയെന്ന് അല്ലല്ലേ പറയണം. ഇവിടുത്തെ എല്ലാ സൗഖ്യത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നിന്നെ വിളിച്ചത് ഇവിടുത്തെ അരി തരാനോ, ഇവിടുത്തെ വീട് തരാനോ, ഇവിടുത്തെ വിസ തരാനോ, ഇവിടുത്തെ ജോലി തരാനോ അല്ല, നിന്നെ കനാനി കൊണ്ടുപോകാനാ. സന്തോഷമുള്ളവർ മാത്രമേ കരവന്നടിച്ച് ഇതിനകത്ത് മറ്റെന്തെല്ലാം നഷ്ടപ്പെടുത്തിയാലും നീ കനാൻ നഷ്ടപ്പെടുത്തരുത്. ഈ പുസ്തകത്തിൽ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് നിത്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറയണമെന്ന്. നിത്യ വീടൊന്നുണ്ട്, അവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. നിത്യ വീടൊന്നുണ്ട്, അവിടെ ഓ യാത്ര കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ പ്രിയരെ, ലക്ഷ്യത്തിൽ നിന്ന് മാറല്ല. ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. ഹോ, ഇവിടെ എനിക്ക് എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും ഞാൻ നിത്യതയിൽ പോകുമെന്ന് ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ നിത്യതയിൽ പോകുമെന്ന് ഉറപ്പുള്ളവര് ആ കരങ്ങൾ ചേർത്തടിച്ചൊന്ന് ആരാധിച്ച് ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമ വിശുദ്ധന്മാര് പാടി, ലക്ഷ്യമതാണ്, എന്നാശയതാണ്, എൻ ജീവനാഥനെ ഞാനെന്നു. ഈ രാത്രി നിന്റെ ഉള്ളിന്റെ ആഗ്രഹം മുഴുവൻ എന്റെ പ്രാണപ്രിയനെ ഒന്ന് കാണും. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് പൗലോസ്ലീഹായ്ക്ക് എല്ലാം ഉറപ്പായിരുന്നു കേട്ടോ. മരിക്കുന്ന കാര്യം പുള്ളിക്കറിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മക്കളെ, മോനെ തീമത്യോസേ, എൻ്റെ നിര്യാണ കാലം അടുത്തതാ. 2, അതിൻ്റെ വിധം എങ്ങനെ, മരിക്കുന്ന വിധം എങ്ങനെ, ആക്സിഡന്റ് ആണോ, പ്ലെയിൻ കത്തിയാണോ, കപ്പൽ മറിഞ്ഞാണോ, വെള്ളത്തിൽ വീണാണോ, ജയിലിൽ കിടന്നോ, എങ്ങനെ മരണവിധം താൻ അറിഞ്ഞു. ഞാനൊരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുകയാണ്. എന്നോ നിശ്ചയമാണ്. മരിച്ചാൽ എന്നോ കിട്ടും. അതിപ്പോ ആർക്കാ പാസ്റ്ററെ അറിയാവുന്നേ? ഹലോ, പൗലോസിനറിയാം. നീതിയുടെ കിരീടം, പറയെല്ലാരും, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നെ പോലെ ക്രിസ്തുവിനായി ജീവിച്ച ഏവർക്കും വച്ചിരിക്കുക. സന്തോഷമുണ്ട്, കരമടിച്ച് നല്ല പറഞ്ഞേ, നീതിയുടെ കിരീടം പ്രാപിപ്പാൻ. അപ്പൊ 1 കനാനിപ്പാൻ, 2 ആരാധിക്കാൻ, 3 ദൈവത്തിന് ഉത്സവം ആചരിക്കാൻ, 4 ദൈവത്തിന് യാഗം കഴിക്കാൻ.
എന്തിന്? യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ ചേർക്കുവീൻ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. എന്തിനാ യാഗം കഴിക്കുന്നത്? യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. പുതിയ നിയമസഭയുടെ യാഗമേതാ? ഒന്ന് സ്വോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. 5000 രൂപ വിലയുള്ള കോലാട്ടുവത്തിനേക്കാൾ 50,000 വിലയുള്ള കാളക്കിടാവിനേക്കാൾ ഒരു ഭക്തന്റെ സ്വോത്രം വിലയുള്ളതാ. നീ ഇവിടെ സ്വോത്രം പറയുമ്പോൾ പിശാചിന്റെ കോട്ടയിടിയുക, നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തിയ പാളയങ്ങൾ തകരുകയാ, പൈശാചിക ആധിപത്യങ്ങൾ നിനത് തകരുകയാ. നീ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. ഏതാ പുതിയ സമയയുടെ യാഗം? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നന്മയും പൂർണ്ണതയുമുള്ള ദൈവഗീതം തിരിച്ചറിയണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഓ, ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവത്തിന് പകല് ഇവിടെ പഴയ നിയമത്തിൽ യാഗവസ്തുവുണ്ട്, യാഗപീഠമുണ്ട്, യാഗപീഠത്തിൽ വിറകുണ്ട്, അർപ്പിക്കാൻ യാഗവസ്തുവുണ്ട്, അർപ്പകനുണ്ട്. എന്നാ പുതിയ നിയമത്തിൽ യാഗപീഠമില്ല, യാഗാർപ്പകനില്ല, യാഗവസ്തുവില്ല, യാഗമൃഗമില്ല. പിന്നെന്തോ യാഗം? ഞാനാ യാഗമൃഗം, ഞാനാ യാഗപീഠം, ഞാനാ യാഗാർപ്പകൻ. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? എല്ലാം അവരവരാ. നീ യാഗമാകണം. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട്? നിന്നെ വിളിച്ചത് ദൈവത്തിന് യാഗമർപ്പിക്കാനോ? അടുത്തത്, ഇസ്രായേൽ എന്റെ പുത്രൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവനെ വിട്ടയക്കാം. ഇപ്പൊ ഇസ്രായേലിനെ എന്തിനാ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചേ? മന്ന തിന്നാനോ? കാട തിന്നാനോ? പാറയിലെ വെള്ളം കുടിക്കാനോ? വിളിച്ചത് ശുശ്രൂഷ ചെയ്യാനാ. ഹല്ലേലൂയ പറയണം. ഇറങ്ങിത്തിരിച്ചാൽ, വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവന് മന്നയുണ്ട്. പാറയിലെ വെള്ളമുണ്ട്, കാടിറച്ചിയുണ്ട്. ചെരുപ്പ് പഴകത്തില്ല, വസ്ത്രം പഴകത്തില്ല. 6 മാസം തണുപ്പാണ് ഇട്ടേക്കുന്ന ഉടുപ്പ് തണുപ്പിനുള്ളതാവും. 6 മാസം ചൂടാണ് ഇട്ടേക്കുന്ന ഉടുപ്പ് ചൂടിനുള്ളതാവും. നിങ്ങൾ മിണ്ടുന്നില്ല. കൊച്ചിൻ്റെ ഉടുപ്പ് വളരുന്നതനുസരിച്ച് ഉടുപ്പ് വളർന്നോളും. അപ്പോൾ മൊബൈൽ മോർച്ചറി ഇല്ല, മൊബൈൽ മെഡിക്കൽ സ്റ്റോർ ഇല്ല. അവരൊരു ബലഹീനനും പാറയെല്ലാരും കൂടെ. സ്വർഗത്തിന്റെ ഭക്ഷിക്കുന്നവൻ ബലഹീനാകത്തില്ല. അവരെ മൊത്തം പേരെ, ഈ 12 ഗോത്രത്തെ വിളിച്ചത് ശുശ്രൂഷ ചെയ്യാനാ. ശ്രദ്ധിച്ചിരിക്കണം. അത് പറഞ്ഞ് അവസാനിപ്പിച്ച് ബാക്കി നമുക്ക് ദൈവം അനുവദിച്ച നാളെ പറയാം. 12 ഗോത്രത്തെ വിളിച്ച് എന്തിനാണ്? ശുശ്രൂഷ ചെയ്യാന്. അങ്ങനെ അവരെ ചെങ്കടൽ കടത്തി മരുഭൂമി വഴിയായി യാത്ര ചെയ്ത് അവർ നടന്ന് സീനായി മലയുടെ താഴ്വരെ വന്നു. താഴ്വരെ വന്നപ്പോൾ ഇറങ്ങിത്തിരിച്ചിട്ട് 47 ദിവസമായി. ആബീവ് മാസം 14-ാം തീയതി രാത്രിയാണ് അവരിറങ്ങി പുറപ്പെട്ട്, അർദ്ധരാത്രി. ഇപ്പൊ 15 രാവിലെയാണ് അവർ ചെങ്കടൽ കടക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം മേഘത്തിൽ നോക്കൂ എന്നല്ലേ എഴുതിയേക്കുന്നേ. അപ്പൊ 15-ാം തീയതി രാവിലെ അവർ ചെങ്കടൽ കടന്നു. ആ മാസം പിന്നെ 15 ദിവസം. ഇസ്രായേലിന്റെ കലണ്ടർ നമ്മുടെ കൂട്ട് ഫെബ്രുവരി 28-ഉം മാർച്ച് 31 ഒന്നുമില്ല. അവന്റെ എല്ലാ ദിവസവും 30. അവന്റെ കണക്ക് ചന്ദ്രമാന കലണ്ടറും നമ്മുടെ സൂര്യമാന കലണ്ടറും. ഒരല്ലേ പറഞ്ഞു. അപ്പൊ ആ മാസം 15, 2-ാം മാസം 30, 3-ാം മാസം 1-ാം തീയതി അവർ സീനായുടെ താഴ്വരയിൽ വന്നു. അടുത്ത 3 ദിവസം നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കാൻ പറഞ്ഞു.
46 3 49 50-ാമത്തെ ദിവസം, ഒന്നാമത്തെ പെന്തക്കോസ്. മോശയോട് പറഞ്ഞു, നീ തനിച്ച് കയറി വരണം. കയറി വന്നു. സീനായുടെ പർവ്വതത്തിൽ ഗംഭീര ധ്വനി, കാഹളനാദം, വലിയ മുഴക്കം, കൂരിരുട്ട്, അന്ധതമസ് എല്ലാം വെളിപ്പെടുന്നത് യഹോവയായ ദൈവം ഇറങ്ങി വന്നു. പർവ്വതം മുട്ടാട് പോലെ കുലുങ്ങി. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ ഏത് കുലുങ്ങാത്ത പർവ്വതവും കുലുങ്ങും. ഇന്ന് രാത്രി ഇവിടെ വന്ന ഓരോ വ്യക്തിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ നിന്നെ ചലിപ്പിക്കുന്ന ഒരു വ്യാപാരം ഈ രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ നിർജീവമായിരിക്കുന്നതല്ല, അത് ചലിക്കുന്ന വ്യാപാരമോ. പ്രൈസ് ദി ലോർഡ്. മുകളിൽ ഇറങ്ങി വെളിപ്പെട്ട ദൈവം തീ കൊണ്ട് അഗ്നിമയമായ പ്രമാണം കല്ലിൽ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒഴികെ നിനക്ക് ഒരന്യ ദൈവം ഉണ്ടാകരുത്. നീ വിഗ്രഹത്തെ ആരാധിക്കരുത് എന്നെഴുതുമ്പോൾ താഴെ ജനത്തിനകത്ത് പിശാച് കയറി. പിശാച് കയറി പറഞ്ഞു, ഒന്നിനിപ്പം മോശ ഇറക്കി തരണം, അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. സ്തോത്രം. ഇവരുടെ കുണുക്കെല്ലാം കൂടെ കൊണ്ട് ആരുടെ കൊടുത്തു? അഹരോന്റെ കൊടുത്തു. അഹരോൻ അതെല്ലാം കൂടെ തീക്കകത്തിട്ടു. തൻ്റെ ഉളി കൊണ്ടൊരു കാളെ കൊത്തി ഉണ്ടാക്കി. ഒരു സ്തോത്രം പറഞ്ഞേ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, കണ്ണടയ്ക്കാതെ എന്നെ നോക്കിയേ. ഞാൻ കണ്ണ് തുറന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ്. സ്തോത്രം. നിങ്ങൾ ചിലരൊക്കെ ധ്യാനിക്കുക പാസ്റ്റർക്ക് ഒരു ദൂത് കിട്ടാൻ വേണ്ടി. പക്ഷെ ഞാൻ ധ്യാനിച്ചേച്ച് വന്ന മെസ്സേജ് ആയതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ധ്യാനിക്കേണ്ട. കണ്ണ് തുറന്നൊരല്ലേ പറഞ്ഞ് നിങ്ങൾ ഗ്രഹിക്കണം. അതിനെ ഞാൻ ഇത് പറയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഈ മോശ അറിഞ്ഞില്ല, മോശയുടെ വടി ആരുടെയും കൊടുത്തേക്കുക? അഹരോന്റെ കയ്യിൽ. പക്ഷെ അഹരോന്റെ ഈ വടി കൊടുത്തേക്കുമ്പോൾ പുള്ളിയുടെ സഞ്ചിക്കകത്ത് ബൈബിളും ട്രാക്റ്റും മാത്രമല്ല ഉളിയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ആരറിഞ്ഞില്ല? പാറയെല്ലാരും കൊണ്ട്, എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കുക. ഇവൻ്റെ എന്തോടെ ഉണ്ടായിരുന്നു? ഉളി. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നമ്മൾ കയറിപ്പോന്നിടത്ത് കയ്യിൽ എന്തെങ്കിലും മാരകായതൊന്നും അറിയാനായിട്ടുള്ള സാധനം വെച്ചേക്കുന്നത്. അത് അന്നില്ലാഞ്ഞുകൊണ്ട് പുള്ളിയിൽ ഉളിയുള്ള കാര്യം ആരും അറിഞ്ഞില്ല. അല്ലേ പറഞ്ഞേ? അവസരം കിട്ടിയാൽ, അച്ചായം മാറിയാൽ കാള ഉണ്ടാക്കാനുള്ള സാധനം എല്ലാം പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒരു കാള ഉണ്ടാക്കിയിട്ട് ബോർഡ്, കാളയ്ക്കൊരു യാഗമെന്നല്ല, യഹോവയ്ക്കൊരു ഉത്സവം. തോളത്തെന്തുവാ? തോളത്തെന്തുവാ? കാള. ബോർഡ് എന്തുവാ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. തോളത്ത് കാള, ബോർഡ് യഹോവയ്ക്കൊരു ഉത്സവം. അപ്പോഴതിന് ഒരാൾ തുവാലെടുത്ത് വീശുന്നു. പുതിയൊരു ശുശ്രൂഷ. ഒരാൾ പ്രസംഗപീഠം കൊണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു കൊച്ചു കസാരം കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഹലോ. ഒരാൾ ഛർദ്ദിക്കുന്നു, ഒരാൾ കുരയ്ക്കുന്നു, ഒരാൾ ചിരിക്കുന്നു, ഒരാൾ ബക്കറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, ഒരാൾ വീഴുന്നതിനെ പുതപ്പിക്കാൻ തുണിയും കൊണ്ട് നിൽക്കുന്നു. ഭയങ്കര പ്രൈസാൻ പാറ. എല്ലാവരും കൂടെ പ്രൈസാൻ മിണ്ടുന്നില്ല. ഇതൊക്കെ എങ്ങനെ പാസ് അറിഞ്ഞെന്ന്. മോശ പർവ്വതത്തിൽ പ്രമാണമേറ്റുവാങ്ങുമ്പോൾ താഴെ ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പ്. സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, ഊരിയില്ലേലും കുഴപ്പമില്ല, അടിച്ചാലും കുഴപ്പമില്ല, 3 കെട്ടിയാലും കുഴപ്പമില്ല, നിങ്ങൾ തുള്ളിയാൽ മതി എന്ന് പറഞ്ഞ് തുള്ളിപ്പിക്കുക. സ്തോത്രം. തേജസ് ഇറങ്ങാത്തതുകൊണ്ട് പുക, പൈപ്പിൽ കൂടെ പുക വരുത്തുക സ്റ്റേജ്. ഞാനൊരു സ്റ്റേജ് നിന്റെ അച്ഛ ചാടി ഇറങ്ങിപ്പോയി. കാരണം ഞാൻ സ്റ്റേജ് കത്തുവാണ്. 2 സൈഡിൽ നിന്ന് പുകയിഞ്ഞ് വന്നു. ഞാനാകെ വരട്ടു. ഞാൻ വിചാരിച്ചു വല്ല ഈ കറണ്ടിൻ്റെ ഷോർട്ടേജ് വല്ലതും ഉണ്ടായി, നമ്മൾ കത്തിപ്പോന്ന് വിചാരിച്ച് ചാടി ഇറങ്ങി. 3 പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലേ എനിക്കും. മിണ്ടുന്നില്ല. അന്യാഗ്നി കത്തിച്ചു. സ്തോത്രം പറയണം. രക്തത്തളി ആചരിച്ച ജനം, ചെങ്കടലിൽ സ്നാനപ്പെട്ട ജനം, മന്ന കഴിച്ച ജനം, പാറയിലെ വെള്ളം കുടിച്ച ജനം, കാടയുടെ ഇറച്ചി തിന്ന ജനം, മേഘത്തിങ്കീടെ സഞ്ചരിച്ച ജനം, അഗ്നിയുടെ തൂണിന്റെ വെളിച്ചം കണ്ട ജനം. സ്തോത്രം പറയണം. അവസരം കിട്ടിയപ്പോ കാളയെ ആരാധിക്കാൻ പോയി.
ദൈവം പറഞ്ഞു, മോശെ വേഗം ഇറങ്ങിച്ചെല്ല്, വേഗം ഇറങ്ങിച്ചെല്ല്. അഹരോൻ ജനത്തിനെ കെട്ടഴിച്ചു വിട്ടു. എന്തോ വിട്ടു? പറയെല്ലാരും കൂടെ, സഭ കെട്ടിയടച്ച തോട്ടവാ. ഒന്നുകൂടെ ഞാൻ ആ പദം പറയുന്നത്, സഭ പറയെല്ലാരും. ഇതിന് അതിരുണ്ട്. വേലി പൊളിച്ചാരും പോകല്ല്, പ്രമാണം വിട്ടാരും പോകല്ല്. പ്രമാണത്തിൽ നിൽക്കുന്നവനെയാണ് കർത്താവ് സ്നേഹിക്കുന്നത്. ഒരല്ലേലും എല്ലാവരും കരമുയർത്തി പറയണം. അഹരോൻ ജനത്തിനെ കെട്ടഴിച്ചു വിട്ടു, നീ വേഗം ഇറങ്ങി ചെല്ലാൻ. പുള്ളി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ താഴെ കാളെ തോളത്ത് വെച്ചുകൊണ്ട് ഭയങ്കര, മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവം എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. കാരണം ഈ മിസ്രൈമിലെ ആരാധന മൂർത്തി കാളയായിരുന്നു. നിങ്ങൾ ഈജിപ്തിൽ പോയിട്ടുണ്ടോ? ഇവിടുത്തെ ഈ മഞ്ഞുമല തന്നെ കണ്ടുകൊണ്ട് നടക്കാതെ ഇടയ്ക്ക് ഈജിപ്തിലൊക്കെ ഒന്ന് പോകണം. വെക്കേഷൻ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ പോകണം, ഈജിപ്തിൽ പോകണം. അവിടെ പോയി അവന്മാരുടെ ഈ പരിപാടിയൊക്കെ കാണണം. നയിച്ച് കിടക്കുക, ദൈവം തമ്മിൽ ചപ്പിച്ച സ്ഥലമല്ലേ, ചെന്ന് കാണണ്ടേ? അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. മോശയുടെ കോപം ജ്വലിച്ചു. മോശ പ്രമാണം എറിഞ്ഞുടച്ചു, കാളയെ അടിച്ചുടച്ചു, പൊടിച്ച് കലക്കി, യുവമാരെ കുടിപ്പിച്ചു. ഇത്രയും നേരം കാള തോളത്തായിരുന്നു, ഇപ്പൊ കാളെ അകത്തായി. ഇപ്പൊ കാള അകത്തായി. ഇപ്പൊ കാളെ അകത്തിട്ടുകൊണ്ടാണ് ആരാധന. ഇത്രയും നേരം കാളെ പുറത്തു വെച്ചുള്ള ആരാധനയായിരുന്നു. IPC അല്ലേ ചാ? IPCയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ദൈവദാസൻ ഉണ്ടായിരുന്നു, TG ഉമ്മച്ചനപ്പച്ചൻ. TG ഉമ്മച്ചനപ്പച്ചൻ. അതിൻ്റെ കയ്യോളേ ഉള്ളു. ഞാൻ 4 താറാമുട്ട പുഴുങ്ങിയതും 5 ഏത്തയ്ക്ക പുഴുങ്ങിയതും ഒരു കുടുവൻ പോപ്പ് പാലും കൊടുത്താൽ കണ്ണിലോട്ട് ഒഴിച്ചോളാൻ പറയായിരുന്നു. അത്ര ആരോഗ്യമുള്ള ആളായിരുന്നു. 500 വാടകയ്ക്കൊക്കെ തന്നെത്താൻ ചിരണ്ടുമായിരുന്നു. എന്നിട്ട് 5 പേരുടെ പണിയുടെ ആഹാരം കഴിക്കുകയും ചെയ്യുമായിരുന്നു. നല്ല ജോലിയും ചെയ്യുമായിരുന്നു, നല്ല കഴിക്കുകയും, നല്ല കനശാലിത്വമുള്ള മനുഷ്യനായിരുന്നു. പുള്ളി പ്രസംഗിക്കാൻ ചെന്ന് വാക്യം വായിച്ചപ്പോൾ ഒരു കൊച്ചനാ വാക്യം വായിച്ച്. അപ്പോൾ അവൻ വായിച്ചു, കർത്താവേ, നല്ല വിത്തല്ലോ നമ്മൾ വിതച്ചത്, പിന്നെ ഈ കാളയും എങ്ങനെ കിളുത്തു വന്നെന്ന് വായിച്ചു. ആവേശത്തിൽ വായിച്ചപ്പം കളയെന്നുള്ളത് അപ്പച്ചൻ എൻ്റെ കൂട്ടുന്നില്ല. അപ്പച്ചൻ ദേഷ്യപ്പെടുന്നതാണ്. അപ്പച്ചൻ പറഞ്ഞു, ഇപ്പം നിർത്തടാ. എടാ ഞാനും അതാ ചോദിച്ചു, ഈ കാളയൊക്കെ ഇതിനകത്ത് വന്നേന്ന്. പണ്ടത്തെ കാര്യമാണ്. ഒരല്ലേ പറഞ്ഞ്. അപ്പൊ കാള തോളത്തായിരുന്നു, ഇപ്പൊ കാള അകത്തായി. മോശ ചോദിച്ചു, ഈ തുള്ളുന്നവന്മാരിൽ യഹോവയുടെ പക്ഷത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടേ മാറി നിൽക്കാൻ പറഞ്ഞു. മുഴുവൻ പേരെ ശുശ്രൂഷയ്ക്ക് വിളിച്ച യഹോവയുടെ പക്ഷത്തുള്ള മാറാൻ പറഞ്ഞപ്പോൾ രൂപൻ പതുക്കെ അങ്ങോട്ട് പുറകോട്ട് വരും. തൊട്ടുപുറകെ സ്തുതിക്കുന്ന യഹൂദ അങ്ങ് മാറി. അവൻ പോയ പുറകെ ശിമയോൻ അങ്ങ് പോയി. അവൻ പോയ ഗാദ് പോയി, നഫ്താലി പോയി, എല്ലാവരും പോയി. ഇവരെല്ലാം പറഞ്ഞേ എല്ലാവരും പോയപ്പോൾ പണ്ടേ അപ്പം പിരാഗി മാറ്റിയെടുത്തൊരു പാർട്ടിയുണ്ട്. അവനെ കല്യാണത്തിനും വിളിക്കത്തില്ല, അവനെ വീട് പ്രദർശിക്കും വിളിക്കത്തില്ല, അവനെ കൺവെൻഷനും വിളിക്കത്തില്ല. അവനെ അപ്പം ശപിച്ചതാ, അവനെ മാറ്റിയെടുത്തിയേക്കുക. എല്ലാവരും മാറിയപ്പോൾ അവൻ്റെ ദൈവം പറഞ്ഞ അവസരം കയറിക്കോളാൻ പറഞ്ഞു. അവനോട് ഇടിച്ചു കയറിയ ഉടനെ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്താണല്ലോ ആന്നു. എടാ അപ്പനെ അമ്മ നോക്കൽ വെട്ടിക്കോളാൻ പറഞ്ഞു. ഒരു സൈഡിൽ നിന്ന് അങ്ങ് അരിഞ്ഞു. 3000 പേര് പട്ടോരല്ലോലിയെ പറഞ്ഞേ. ഈ മൊത്തം പേർക്കുള്ള ശുശ്രൂഷ ഇവന് കിട്ടി. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇത് ഈ 12 ഗോത്രം കൂടി ചെയ്യേണ്ട പരിപാടി. അവസരം വന്നപ്പോൾ കയറി ദൈവത്തിന് വേണ്ടി നിന്നവന് ശുശ്രൂഷ കിട്ടി. അപ്പോൾ മോശ ചോദിച്ചപ്പോൾ നമ്മൾ ഈ പുസ്തകം എഴുതാൻ പോവാണ്. പുസ്തകത്തിന് പേരിടണമല്ലോ, ഒരു പേര്. അപ്പോൾ പേരിടുന്നോണ്ടേ നമുക്ക് സ്തുതിക്കുന്നവൻ യഹൂദയല്ലേ, അവൻ്റെ പേരിൽ അങ്ങ് എഴുതിയാൽ പറഞ്ഞാൽ വേണ്ട. ലേവിയ പുസ്തകം എഴുതിയാൽ മതി. ലേവിയുടെ പേര് പുസ്തകം എഴുതിയാൽ മതി. അപ്പം ശപിച്ചവൻ്റെ പേരിൽ ഒരു പുസ്തകം. നമ്മളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഈ മുഴുജനത്തിൻ്റെയും പേര് ഈ നെഞ്ചത്ത് വഹിക്കുന്ന ആ മാർപ്പതക്കം, 12 ഗോത്രങ്ങളെ കൊത്തിയ മാർപ്പതക്കം, അത് ഏതവന്റെ നെഞ്ചത്ത് വെക്കണം? അത് ലേവിയുടെ നെഞ്ചത്ത് വെച്ചാൽ മതി. അപ്പൊ ഈ യഹോവയുടെ പെട്ടകം ഇരിക്കുന്ന മന്നയിട്ട് വെച്ച പൊൻപാത്രമുള്ള തറുത്ത പടിയുള്ള ഈ പൊന്നുകൊണ്ട് പൊതിഞ്ഞ ഈ പെട്ടകം ആരുടെ തോളത്ത്? അത് ലേവിയുടെ തോളത്ത് വെച്ചാൽ മതി. നിങ്ങൾ തോത്രം പറയുന്നില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഈ യാക്കോബ് ഇവന് വീതം ഒന്നും കൊടുത്തില്ലല്ലോ. 12 പിള്ളേർക്ക് വീതം കൊടുത്തു, ഇവന് വീതം കൊടുത്തില്ല. ഇവന് കൊടുക്കേണ്ട വീതം കൂടെ യോസഫിന് 2 പിള്ളേരെ പിടിച്ച് അവർക്കാക്കി. 11, 12 ആക്കി പുള്ളി. പക്ഷെ ഇവന് വീതമില്ല. അപ്പൊ അവനെങ്ങനെ ജീവിക്കും? അത് കുഴപ്പമില്ല. രൂപയും 10 വാഴ വെക്കണം, 9 കൊല അവനെടുക്കണം, 1 കൊല ലേവിക്ക് കൊടുക്കണം. രൂപയും 10 പശുവിനെ വളർത്തണം, 9 പശുവിനെ അവനെടുക്കണം, 1 പശുവിനെ ഇവന് കൊടുക്കണം. യഹൂദ
10 ആടിനെ വളർത്തണം, 9 ആട് അവനെടുക്കണം, ഒരാടിനെ ഇവന് കൊടുക്കണം. മൊത്തത്തിൽ വരുന്ന ഇവന് 12, മറ്റവർക്കല്ല 9. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവത്തിന് വേണ്ടി നീതി ചെയ്തവന് 12, മാറുന്നവന് 9. എന്നാൽ അവരെവിടെ താമസിക്കും? ദശാംശത്തിന്റെ കാര്യം മനസ്സിലായി. അവരെവിടെ താമസിക്കും? അതെന്റെ തേജസ് ഇറങ്ങുന്ന ആ സമാഗമന കൂടാരത്തിന്റെ 4 ചുറ്റും പാർത്താൽ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവന്റെ പാർപ്പ് അപ്പൻ അകറ്റിക്കളഞ്ഞവൻ, പാളയത്തിന് പുറത്ത് പ്രാഗി വിട്ടവൻ, ഒറ്റ നിമിഷം കൊണ്ട് പാളയത്തിനകത്ത് കയറി കൂടാതെ ചുറ്റും താമസിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നിന്നെ മാനിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവന് മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിർത്തുക. പാപം മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷയമാണ്. ആ പാപം ദാവീദ് ചെയ്തു. ദാവീദിന് പാപം ബോധ്യപ്പെട്ടു. ദാവീദ് ദൈവത്തോട് ഏറ്റു പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദാവീദിന്റെ പാപം ക്ഷമിച്ചു. രണ്ടാമത് നമ്മളെല്ലാം മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ മകൻ പാപം ചെയ്തു. അവൻ ഏറ്റു പറഞ്ഞു, അപ്പാ, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു, നിന്നോടും പാപം ചെയ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവന്റെ പാപം ദൈവം ക്ഷമിച്ചു. 3 ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പാപം ഏറ്റു പറഞ്ഞു. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ ദുഷ്പ്രവൃത്തി ചെയ്തവനാണ്, ഞാൻ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. ഓ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തോണേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശ്രദ്ധിച്ചേ. ഫറവോൻ പാപമേറ്റു പറഞ്ഞു, ശൗല് പാപമേറ്റു പറഞ്ഞു, യൂദാ പാപമേറ്റു പറഞ്ഞു. ദൈവത്തോടല്ല പറഞ്ഞത്. എന്നാ ദാവീദ് പാപമേറ്റു പറഞ്ഞു, മുടിയൻ പുത്രൻ പാപമേറ്റു പറഞ്ഞു, ക്രൂശിലെ കള്ളൻ പാപമേറ്റു പറഞ്ഞു. അവന് വന്ന് ഇന്ന് എന്റെ കൂടെ പറുദീസയിലിരിക്കും. അല്ലേ പറഞ്ഞേ. ഈ രാത്രി പാപമേറ്റു പറയാൻ ഒറ്റ സ്ഥലം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വേറെ മധ്യസ്ഥരില്ല, വേറെ മധ്യസ്ഥരില്ല. ഒറ്റ മധ്യസ്ഥൻ. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിൽ വന്ന് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം പ്രാപിച്ചാൽ ഉണർവുണ്ടാവും. നമ്മുടെ വിഷയം എന്തുവാ? ഉണരുക, പുതുക്കം പ്രാപിക്കുക. ആരാ പുതുക്കം പ്രാപിക്കുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ, നിങ്ങൾ പറ, അവൻ പുതിയ സൃഷ്ടിയാ. പഴയതെല്ലാം കണ്ടാലും സകലവും. ഇന്ന് രാത്രി പാപം യേശുവിനോട് ഏറ്റു പറഞ്ഞു. ഒറ്റ വാക്ക് മതി, ഒറ്റ വാക്ക് മതി. നിന്റെ പാപം രക്താംബരം പോലെ ചുമന്ന പാപമായ, എത്ര കടും ചുമപ്പായ പാപമായ, നിങ്ങളത് പഠിച്ചോണം കേട്ടോ. കടും ചുമപ്പായ പാപം, കടും ചുമപ്പായ യേശുവിന്റെ രക്തത്തിൽ മുക്കുമ്പോൾ ഹിമം പോലെ വെള്ളയാകും. അങ്ങനെ ഒരു സംവിധാനം ലോകത്തിൽ ഇറങ്ങുമില്ല. ചുമപ്പിനകത്ത് ചുമപ്പ് മുക്കുമ്പോൾ അത് ഹിമം പോലെ വെണ്മയാകുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തത്തിലാ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തത്തിന്റെ ശക്തി. ഓ ഹല്ലേലൂയ. ശുദ്ധപരമനബലവസ്. ഒരു നിമിഷം കണ്ണുകളടയട്ടെ. ഉണർവുണ്ടാകണം. എവിടെ നിന്ന്? പാപബോധത്തിൽ നിന്ന്. പാപം ഏറ്റു പറഞ്ഞ് പുത്രന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്ന്, ഓ, നമുക്ക് ലഭിക്കുന്ന പദവി അവന്റെ മകനാകുവാണ്.
പന്നിക്കൂട്ടി കിടക്കുമ്പോഴും അപ്പന്റെ വീടിനെ കുറിച്ചുള്ള ചിന്ത. ഒരു സ്തോത്രം പറയണം. ഞാൻ ആവർത്തിക്കുന്നു, പന്നിക്കൂട്ടി പന്നിയുടെ വാളവർ തിന്നാൻ കൊതിച്ചു കിടക്കുമ്പോഴും അവന്റെ ഹൃദയം അപ്പന്റെ വീട്ടിലാണ്. അവൻ പറഞ്ഞു, എൻ്റെ അപ്പന്റെ വീട്ടിൽ ഓ ഞാൻ എഴുന്നേക്കും, ഞാൻ അപ്പന്റെ വീട്ടിൽ ചെല്ലും. ഓ ഹല്ലേലൂയ. നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗം ഇവിടെയുണ്ട്. നിന്നെ മാത്രം നോക്കിയ സ്വർഗം ഇവിടെയുണ്ട്. ഇന്ന് രാത്രി നീ അപ്പനുമായിട്ട് ഒരു ഉടമ്പടിക്ക് തയ്യാറാകുമെങ്കിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. പാപം അവസരം കിട്ടിയിട്ട് നിന്നെ ചതിക്കരുത്. പാപം നിന്നെ വഞ്ചിക്കരുത്. പാപം നിന്നെ കൊല്ലരുത്. നീ രാത്രി പാപത്തോട് വിട പറയണം. ഒരു തലമുറ മുഴുവൻ വഴിതെറ്റിപ്പോകുന്ന ഒരു തലമുറയിൽ നമ്മൾ ജീവിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും മാരക ലഹരിക്കും ഒരു തലമുറ അടിമയായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നടുവിൽ എന്റെ തലമുറ അകപ്പെട്ടു പോകല്ലേ എന്നൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ. രാത്രി എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു കൂട്ടം ജനത്തെ ശുദ്ധീകരിപ്പാൻ ഈ രാത്രി യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തത്താൽ പാപം മോചിക്കുന്ന നാമം, ശാപം മാറ്റുന്ന നാമം, രോഗമഴിക്കുന്ന നാമം, സകല നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമാകയാൽ ഈ രാത്രി ഒന്ന് വിളിച്ച ഇരിക്കുന്ന ഇരിപ്പിൽ, യേശുവേ യേശുവേ എന്നോട് കരുണ തോന്നണം, എന്നെ ഒന്നുകൂടെ കഴുകണമേ. ആ കരങ്ങളൊന്ന് ഉയരട്ടെ. കഴിയുമെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധാനം എഴുന്നേൽക്കുമോ? ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ലുദിയായുടെ ഹൃദയം പൗലോസിന്റെ പ്രസംഗത്തിന് മുമ്പിൽ തുറന്നതുപോലെ നിരാത്രി സ്നേഹിത സഹോദരി, മാതാവേ, പിതാവേ, യവനക്കാരാ കുഞ്ഞേ, നിന്റെ ഹൃദയം പാപമംഗലമായ ലോകത്തിൽ പാപത്തിന്റെ കരാളകസ്തങ്ങളിൽ നീ അകപ്പെട്ടു പോകാതെ യേശുവിന്റെ സ്നേഹം നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈ രാത്രി കൊതിക്കുന്നു. ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ആ കണ്ണുകൾ രണ്ടും ഒന്ന് അടയുമോ? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് യേശുവിനെ ഒന്ന് വിളിക്കുമോ? അപ്പാ, ഞാൻ നിന്നോട് പാപം ചെയ്തു, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞവനെ വലങ്കരത്തെ പിടിച്ചുകൊണ്ട് പറുദീസയിൽ പോയ ഒരു യേശുവി രാത്രി ഇവിടെയുണ്ട്. നിന്റെ സ്ഥിതി ഈ രാത്രി മാറുകയാണ്. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഈ രാത്രി മാറുകയാണ്. ഓ, ചില ശാപമണ്ഡലങ്ങൾ അഴിയുകയാ, ചില പുരാതന ശൂന്യതകൾ മാറുകയാ.